കേന്ദ്ര സർക്കാരിനെതിരെ പുതിയ നീക്കത്തിന് കളമൊരുങ്ങുന്നു. കർഷകരെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒരേ വേദിയിൽ എത്തിക്കാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പ്രമുഖ കർഷക നേതാവ് രാകേഷ് ടിക്കായത്തുമായി കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ 36 ദിവസം 36 ദിവസം നീണ്ട സമരം അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു നിർണായക കൂടിക്കാഴ്ച എന്ന് ഓർക്കണം. നരേന്ദ്രമോദി സർക്കാരിനെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിരോധത്തിലാക്കാൻ കർഷകരെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒരേ മുന്നണിയിൽ അണിനിരത്താനുള്ള ഭാവി തന്ത്രങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. രാജ്യത്തെ കർഷകരും വിദ്യാർത്ഥികളും യുവാക്കളും ഒന്നിച്ച് കേന്ദ്ര സർക്കാരിനെ എല്ലാ വശങ്ങളിൽ നിന്നും വളയുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് CJP വക്താവ് അശുതോഷ് റാങ്ക വ്യക്തമാക്കി. ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെ വിവിധ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ ചില തിരുത്തൽ നടപടികൾ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം രാജ്യവ്യാപക പ്രതിഷേധം വീണ്ടും ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ഇതുവരെ ഈ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. ഈ പുതിയ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ അത് മനസ്സിലാക്കിയാണ് ഇവർക്ക് കട്ട സപ്പോർട്ട് നൽകുന്നത്.